ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35 സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്വയർ നമ്പേഴ്സിൽ നിന്നാണ് ക്ലാസ് തുടങ്ങുന്നത്. സോ നിങ്ങൾക്കറിയാം, സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരേ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രൊഡക്റ്റാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ നമ്പർ നമുക്ക് പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ഒരു മെത്തേഡ് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പം 2 × 2 4 ആണ്. 3 × 3 9. നിങ്ങൾ ഓൾറെഡി ടേബിളിൽ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്ക് 2 × 3 ആണ് 2 × 2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2ൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സ് 1ഉം 3യും. സോ 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഈസി ആയിട്ട് കിട്ടും. അപ്പം നമ്മളിങ്ങനെ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് നമുക്ക് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം? സ്ക്വയർ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. 5 സ്ക്വയർ എന്നാൽ എന്താണ്? 5 × 5 ആണ്. സോ 5ൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടത്, അല്ലേ? അപ്പം നമ്മൾ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം? ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യും. 1 + 3 + 5 + 7 and +9. സോ ടോട്ടൽ എത്ര കിട്ടും? 25 കിട്ടും. ഓക്കെ ആയോ? സോ ഐ വിൽ ടേക്ക് അനദർ എക്സാമ്പിൾ. 7 × 7. 7 മീൻസ് 7 സ്ക്വയർ, അല്ലെങ്കിൽ 7ൻ്റെ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യും. 1 + 3 + 5 + 7 + 9 + 11 + 13 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 49 കിട്ടും. സോ ദാറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് 7 × 7. സോ നമ്മൾ ഏതിൻ്റെയാണോ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് അത്ര എണ്ണം ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സ്ക്വയർ കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, അടുത്തത് ഇതാണ് ടീച്ചർ പറഞ്ഞ കാര്യം. 4 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ 1 + 3 ചെയ്താൽ മതി. 4 എന്ന് പറയുന്നത് 2 × 2 ആണ്, നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പേജ് നമ്പർ 37 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, കാൽക്കുലേറ്റ് 11 × 11 ആൻഡ് 111 × 111. അപ്പൊ ഇങ്ങനെ 1ൻ്റെ കേസ് വരുന്ന സമയത്ത്, അതായത് 11 111 1011 1111 അങ്ങനെ പറഞ്ഞിട്ട് 1 മാത്രമുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ. അപ്പം 1 ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട. 1 × 1 എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ഇനി 11 × 11 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? സോ ഇവിടെ നമുക്ക് രണ്ട് രണ്ട് 1 ആണ് ഒന്നിലുള്ളത്, അല്ലേ? അപ്പം നമ്മൾ 1 1 എന്ന് എഴുതാം. സെന്ററിൽ എന്ത് എഴുതാ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന 1 + 1 2 എഴുതും. കണ്ടോ? ഇനി 3 1 ആണെങ്കിൽ എന്ത് ചെയ്യും? 3 1s ആണെങ്കിൽ എന്ത് ചെയ്യണം? 1 2 3 വരെ എഴുതാം. 1 2 3 വരെ എഴുതാം. എന്നിട്ട് തിരിച്ചെഴുതാം. 2 1. കണ്ടോ? 4 നമ്പേഴ്സ് ആണെങ്കിലോ, 4 1s ആണെങ്കിലോ, 4 1ൻ്റെ സ്ക്വയർ ആണ് കാണണമെങ്കിലോ 1 2 3 4 വരെ എഴുതാം. എന്നിട്ട് തിരിച്ചെഴുതാം. 3 2 1. കണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് 11 × 11. സോ ആൻസർ എത്ര വരും? 121. ആൻഡ് 111 × 111. ആൻസർ എത്ര വരും? 1 2 3 2 1 എന്ന് പറയുന്ന ആൻസർ വരും.
ഇനി ക്യാൻ യു ചെക്ക് ഗസ് 4 ones വരുന്ന കേസ് ഇതാണ് ആൻസർ വരിക. 1 2 3 4 3 2 1 ആണ് ആൻസർ വരിക. ഇനി ഇതുപോലെ നമുക്ക് പാറ്റേൺസ് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പം 5 ones വരുന്ന 6 ones വരുന്ന ഒക്കെ ഇങ്ങനെ എഴുതുക. എത്ര വൺ ഉണ്ടോ അതുവരെ ആദ്യം നമ്പർ എഴുതുക, എന്നിട്ട് അത് റിവേഴ്സ് ചെയ്ത് തിരിച്ചെഴുതുക. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇപ്പൊ നമ്മൾ പഠിച്ച രണ്ട് മെത്തേഡ്സ് ആണ് സ്ക്വയർ കാണാൻ. ഒന്ന് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഇനി വേറൊരു മെത്തേഡാണ് നോക്കൂ. 1 + 3 = 4. ദാറ്റ് ഈസ് 2 × 2 അല്ലേ 4. ദെൻ അടുത്തത് 3 × 3യുടെ കേസാണ് ഇവിടെ പറയുന്നത്. ഈ 1 കഴിഞ്ഞ് വരുന്ന അടുത്ത സ്ക്വയർ നമ്പർ ആണ് 4 അല്ലേ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ ആണ് 4. 4 + 5 ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് 100 വരെ എഴുതാനാണ് പറഞ്ഞത്. എങ്ങനെ എഴുതാം? 1 + 3 നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് 4 ആണ്. ദെൻ 4 + 5 നമുക്കറിയാം 9 ആണ്. ദെൻ 9 + 7 എത്രയാണ്? 16 ആണ്. സോ നെക്സ്റ്റ് നമ്പർ ഏത് വരും? 16 + എത്ര വരും? ഓഡ് നമ്പേഴ്സ് ആണ്. 3 5 7 9 = 25. ദെൻ 25 + എത്ര വരും? അടുത്ത ഓഡ് നമ്പർ 11, ദാറ്റ് ഈസ് 49. ദെൻ 49 + അടുത്ത ഓഡ് നമ്പർ 13, ദാറ്റ് ഈസ് 60. എത്ര വരും? 49 70 ആണ് അല്ലേ. 8ന്റെ എത്ര വരും? എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ടീച്ചറോട് വെയിറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, 25 × 11, 25 + 11 36 അല്ലേ. 36 36 + 13 എത്ര വരും? 49. ഓക്കെ. ദെൻ നെക്സ്റ്റ് 49 + എത്ര വരും? 49 + 15 ചെയ്യണം. എത്ര കിട്ടും? 64 കിട്ടും. ദെൻ ദാറ്റ് ഈസ് 8ന്റെ സ്ക്വയർ ആണ്. 8 × 8 ആണ് എന്ത്? 64. 64 + നെക്സ്റ്റ് ഓഡ് നമ്പർ എത്ര വരും? 64 + 17, that is 81. Then 81 + next odd number 19, that is 100. So ഇത്രയും എഴുതാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂ ദിസ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയർ അപ് ടു 100. കിട്ടിയോ? ഈസി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, how many odd numbers like 1, 3, 5 are to be added to get 40, 400? നേരത്തെ നമ്മൾ പറഞ്ഞു ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഓരോന്നിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാം. 2ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യാം. 3ന്റെ ആണെങ്കിൽ 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യാം. സോ 400 കിട്ടാൻ നമ്മൾ ഏത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 400 കിട്ടുക? ഏതിൻ്റെ സ്ക്വയർ ആണ് 400? 400 മീൻസ് ഇറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് യെസ് 20 × 20 ആണ് 400. അപ്പൊ 20യുടെ സ്ക്വയർ ആണ് 400. അപ്പൊ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം? 20 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഹൗ മെനിന്നേ ചോദിച്ചിട്ടുള്ളൂ, ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? 20 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ആൻസർ 400. ഓക്കെ. നെക്സ്റ്റ് സെയിം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ്? അപ്പം ഇങ്ങനെ 20 1 + 3 + അപ് ടു 20 ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 400 കിട്ടി. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ്? ഇങ്ങനെ ആഡ് ചെയ്ത് ഏറ്റവും അവസാനം ആഡ് ചെയ്യേണ്ടത് ഏത് ഓഡ് നമ്പർ ആണ്? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? 20 ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 20യുടെ ഡബിൾ എടുക്കുക. 20 × 2 ചെയ്യുക, -1 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 20 × 2 40. 40 - 1, 40 - 1 എത്രയാണ്?
39. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന അവസാനത്തെ ഓഡ് നമ്പർ എത്രയായിരിക്കും? 39 ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ 39. അപ്പം 15th ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 15 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നെങ്കിൽ 15 × 2 -1 ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് ഓഡ് നമ്പർ കിട്ടും. മനസ്സിലായോ? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ. നോക്കൂ, സെയിം പാറ്റേണിൽ ചെയ്യാനാണ്. വിച്ച് ഈസ് ദ 50th ഓഡ് നമ്പർ? 50th ഓഡ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? എത്രാമത്തെ ഓഡ് നമ്പർ ആണോ കാണേണ്ടത് ആ നമ്പർ × 2 -1 ആണ് ചെയ്യേണ്ടത്. സോ 50th ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 50 × 2 -1 ചെയ്താൽ മതി. 50 × 2 എത്രയാണ്? 100 ആണ്. 100 - 1 99 ആണ് 50th ഓഡ് നമ്പർ. ക്ലിയർ ആയോ? ഓക്കെ. Second one, what is the sum of odd numbers from 1 to this number? This number എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കിട്ടുന്ന ആ 50th ഓഡ് നമ്പർ, അതായത് 99. സോ 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ആൻസർ കിട്ടുക? ഈ 1 to 99 എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 50th ഓഡ് നമ്പർ ആണ് 99. അപ്പോൾ 50 ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ 50 ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടാൽ എന്താ ശരിക്കും കിട്ടുക? 50യുടെ സ്ക്വയർ, 50 × 50. 50 × 50 എത്ര വരും? 5 × 5 25. 2 zeros ഇടണ്ടേ? സോ 2500 ആണ് 50 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കാം കേട്ടോ. ആ ഒരു ഇക്വേഷൻ മറന്നു പോകരുത്. വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ തന്നിട്ടുണ്ട് വേറൊരു മെത്തേഡാണ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. 4 = 1 + 2 + 1. അപ്പൊ ടീച്ചർ ഇവിടെ ഒന്ന് എഴുതാം. 1 + 2 + 1 ആണ് എന്ത് കിട്ടണമെങ്കിൽ? 2 × 2 4 കിട്ടണമെങ്കിൽ. ഇനി 3 × 3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 + 2 + 3 വരെ എഴുതാം, പിന്നെ തിരിച്ചെഴുതാം 2 + 1. കണ്ടോ? ഇനി 4 × 4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 4ന്റെ സ്ക്വയർ ആണല്ലേ? അപ്പൊ 1 + 2 + 3 + 4 വരെ എഴുതാം, +3 + 2 + 1. കണ്ടോ? ഇനി 5 ആണെങ്കിലോ, 5ന്റെ സ്ക്വയർ ആണെങ്കിലോ 5 വരെ എഴുതുക, ദെൻ തിരിച്ചെഴുതുക. 1 + 2 + 3 + 4 + 5 + 4 + 3 + 2 + 1. കണ്ടോ? അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ഈ ഒരു കാര്യം അറിയില്ലെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സ്ക്വയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 36ന്റെ കേസ് എഴുതാനാണ്. 36 ഏത് രണ്ട് സ്ക്വയറിനും ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 36 കിട്ടുക? 6 × 6 അല്ലേ? അപ്പൊ 6 എങ്ങനെ എഴുതും? പറഞ്ഞു നോക്കൂ. ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യണം? 1 to 6 എഴുതാം. 1 + 2 + 3 + 4 + 5 + 6 വരെ എഴുതുക, എന്നിട്ട് തിരിച്ചെഴുതാം. 5 + 4 + 3 + 2 + 1 വരെ എഴുതാം. കണ്ടു? ഇനി ക്യാൻ യു റൈറ്റ് 100 ആസ് സച്ച് എ നമ്പർ? അപ്പം 100 കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യണം? 100 എന്ന് പറയുന്നത് ആദ്യം ഓർക്കുക, ഏതിന്റെ സ്ക്വയർ ആണ്? 10ന്റെ സ്ക്വയർ ആണ്. 10 × 10 അല്ലേ 100. അപ്പൊ അത് എത്ര വരെ എഴുതണം? 10 വരെ എഴുതണം. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 വരെ എഴുതുക, എന്നിട്ട് തിരിച്ച് ആഡ് ചെയ്യുക. 9 +
8 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. ഓക്കെ ആയോ? ഓക്കെ അല്ലേ? ഈസി അല്ലേ? അപ്പൊ ഇതും വേറൊരു മെത്തേഡാണ് എന്ത് കണ്ടുപിടിക്കാൻ? സ്ക്വയർ. ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് ഒരു മെത്തേഡ്. അത് കൂടാതെ എന്ത് ചെയ്യാം? ഇതുപോലെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ പേജ് 37ലെ ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പം ഒന്നും കൂടെ ടീച്ചർ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ക്ലാസ് തന്നത്. അപ്പൊ ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ക്ലാസ് വരുമ്പോൾ ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. ഒന്നും വിട്ടുപോകാണ്ട് ചെയ്ത് പഠിക്കുക. ഒരു തവണയല്ല, 3-4 തവണ ചെയ്ത് പഠിച്ചാലേ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. എക്സാമിന് കാണുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് വൺ ആണ് പേജ് 38ലെ കേസാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. പേജ് 38 സ്ക്വയർ പ്രൊഡക്റ്റ് എന്നുള്ള ഹെഡിങ് ആണ്. സ്ക്വയർ പ്രൊഡക്റ്റ് എന്തായിരുന്നു? സ്ക്വയർ പ്രൊഡക്റ്റ് നമ്മൾ രണ്ട് സ്ക്വയർ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറും എന്തായിരിക്കും? ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. 4 ഇൻറ്റു 9. 4 ഏതിന്റെ സ്ക്വയറാ? 2 ഇൻറ്റു 2 ആണ് അല്ലേ? ഇൻറ്റു 9 3യുടെ സ്ക്വയർ ആണ്. 3 ഇൻറ്റു 3. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് നമ്പേഴ്സ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ട് നമ്പേഴ്സിന്റെയും സ്പ്ലിറ്റ് ചെയ്ത് സ്ക്വയർ ഏതിൻ്റെയാണോ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അത് കഴിഞ്ഞ് ഓരോന്നിൽ നിന്നും ഓരോന്നെടുക്കുക. ഇതിൽ നിന്ന് 2 എടുക്കുക, 2. ഇതിൽ നിന്ന് ഒരു 3 എടുക്കുക, ഇൻറ്റു 3. ഇൻറ്റു ഇതിൽ നിന്ന് അടുത്ത 2 എടുക്കുക, ഇതിൽ നിന്ന് അടുത്ത 3 എടുക്കുക. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് ആക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും? 2 ഇൻറ്റു 2, 2 ഇൻറ്റു 3 6 ഇൻറ്റു 2 ഇൻറ്റു 3 6. നോക്കൂ, രണ്ട് സ്ക്വയർ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എഗെയിൻ ഒരു സ്ക്വയർ നമ്പർ 36 കിട്ടിയില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. 25 ഇൻറ്റു 16. 25 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയറാ? 5 ഇൻറ്റു 5 ആണ്. ഓക്കെ. ഇൻറ്റു 16 4 ഇൻറ്റു 4 ആണ് അല്ലേ? അപ്പൊ ഇത് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, 1 5 എടുക്കുക. ഫ്രം ദിസ് ഓൾസോ യു ക്യാൻ ടേക്ക് 4 എടുക്കുക. ഓക്കെ. ഇൻറ്റു 5 ഇൻറ്റു 4. പിന്നെന്താ? 20 ഇൻറ്റു 20 ആണ് അല്ലേ? 4 ഇൻറ്റു 5 എത്രയാ? അല്ലെ 5 ഇൻറ്റു 4 എത്രയാ? 20 ആണ്. 20 ഇൻറ്റു 20. 20 ഇൻറ്റു 2 20 എത്രയാണ്? 400. സോ അതും ഒരു സ്ക്വയർ നമ്പർ ആണ്. നമുക്ക് 20 ഇൻറ്റു 20 മീൻസ് അതൊരു സ്ക്വയർ നമ്പർ അല്ലേ? അതെ. അപ്പൊ ഇതുപോലെയാണ് പറയുന്നത്. അതായത് രണ്ട് സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ത് വരും? വേറൊരു സ്ക്വയർ നമ്പർ വരും. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആൻസർ എഴുതണ്ട, അത് പ്രൊഡക്റ്റ് ആണോ സ്ക്വയർ നമ്പർ ആണോ കിട്ടുക എന്ന് മാത്രം ചെക്ക് ചെയ്യുക. അപ്പൊ 9 ഇൻറ്റു 16 എന്ത് കിട്ടും? 9 മീൻസ് 3 ഇൻറ്റു 3. 16 മീൻസ് 4 ഇൻറ്റു 4 അല്ലേ? അപ്പം ഇത് ടീച്ചർ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ എടുക്കുക, സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നും ഒരാളെ എടുക്കുക. ഇത് ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ. ആഡീഷൻ ആയിരുന്നെങ്കിൽ, പ്ലസ് ആയിരുന്നെങ്കിൽ ഇതുപോലെ എടുക്കാൻ പാടില്ല. ഇൻറ്റു അടുത്തത് 3 ഇൻറ്റു 4. അപ്പൊ ഇത് എന്താണ്? 12 ഇൻറ്റു 12 ആണ്. വേറൊരു സ്ക്വയർ ആണ് കിട്ടിയത് അല്ലേ? കറക്റ്റ് ആണ്. 16 ഇൻറ്റു 36 എങ്ങനെ എഴുതും? 16 ഇൻറ്റു 36. അപ്പൊ 16 4 ഇൻറ്റു 4 ആണ്. 36 മീൻസ് 6 ഇൻറ്റു 6 ആണ് അല്ലേ? അപ്പൊ ഇതെങ്ങനെ എഴുതും? 4 ഇൻറ്റു 6. ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോന്ന് എടുക്കുക. 4 ഇൻറ്റു 6. അപ്പൊ അതെന്താക്കി എഴുതാം? 24 ഇൻറ്റു 20 ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 36 ഇൻറ്റു 49. അപ്പൊ എങ്ങനെ എഴുതാം? 36നെ നമുക്ക് 6 ഇൻറ്റു 6 എന്ന് എഴുതാം, ഇൻറ്റു 7 ഇൻറ്റു 7. ഓക്കെ. അടുത്തത് ഇത് ഓരോന്നും എടുക്കുക. 6 എടുത്തു, ഇവിടെ നിന്ന് ഒരു 7 എടുക്കുക, ഒരു ഗ്രൂപ്പാക്കി.
ഇവിടുന്ന് 6 എടുത്തു, ഇവിടുന്ന് 7 എടുത്തു, അടുത്ത ഗ്രൂപ്പ്. അപ്പൊ ഇത് എത്ര വരും? 6 ഇൻറ്റു 7 എത്രയാണ്? 6 ഇൻറ്റു 7 42 ഇൻറ്റു 42. കണ്ടോ? സ്ക്വയർ നമ്പറാണ് കിട്ടുന്നത്. കണ്ടോ? ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, ഫോർത്ത് ക്വസ്റ്റ്യൻ. 49 ഇൻറ്റു 64. 49 മീൻസ് 7 ഇൻറ്റു 7. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ടേബിള് കറക്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കറക്റ്റായിട്ട് പഠിക്കണം. എവിടെ നിന്ന് എപ്പോൾ ചോദിച്ചാലും അറിയാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാം. 64 8 ഇൻറ്റു 8 ആണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരെടുക്കുക. 7 ഇൻറ്റു 8 ദെൻ ഇൻറ്റു 7 ഇൻറ്റു 8. 7 ഇൻറ്റു 8 എത്രയാ? 56 അല്ലേ? 56 ഇൻറ്റു 56 കിട്ടി. ഓക്കെ. Then last question, fifth one. 81 into 25. എന്ത് വരും? 81 means 9 into 9 into 25, 5 into 5. ഓക്കെ, ഓരോന്നും എടുക്കാം. 9 into 5 into 9 into 5. 9 into 5 എത്രയാണ്? 45 into 45. കണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോ മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? ഓക്കെ. ഇനി എഴുതി പഠിക്കുക. ഈ 5 ക്വസ്റ്റ്യന് ഒരു 3-4 പ്രാവശ്യം എഴുതി പഠിക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ പറയുന്നത്. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി പ്രോഡക്റ്റ് ബിലോ ഇൻ യുവർ ഹെഡ്. അപ്പൊ പ്രോഡക്റ്റ് എഴുതണം കേട്ടോ. എത്രയാണ് ആൻസർ വരുന്നത്? അപ്പൊ 25 ഇൻറ്റു 4 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും? 25 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. യെസ്. അപ്പൊ അതിൽ നിന്ന് ഒരു 5 എടുക്കുക. 4 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 ആണ് കിട്ടുക എന്നുള്ളത് ഡയറക്റ്റ് എഴുതാം. ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ അതുപോലെ തന്നെ ചെയ്തു. ഇനി തെറ്റിപ്പോണ്ട. ദാറ്റ് ഈസ് 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ആണ്. ഇത് 4 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഓക്കെ. ദെൻ 5 ഇൻറ്റു 2 ഓരോന്നും എടുക്കുക. ഇൻറ്റു 5 ഇൻറ്റു 2 എന്തായി? 10 ഇൻറ്റു 10 ഇറ്റ് ഈസ് ഈക്വൽ ടു 100. സോ ആൻസർ എന്ത് വരും? 100. ഇതാ ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞത്, ഓരോരുത്തരുടെ സ്ക്വയർ ഏതിന്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുക. ആ സ്ക്വയർ, ആ നമ്പർ രണ്ടിന്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് 5ന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇൻറ്റു എന്ത് ചെയ്യുക? ഇത് 2ന്റെ സ്ക്വയർ ആണ് 2. സോ 5 ഇൻറ്റു 2 ഡയറക്റ്റ് 10 കിട്ടും. 10ന്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇത്ര കിട്ടും? 100 കിട്ടും. അപ്പൊ അത് മനസ്സിലാവാത്തവര് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ത് വരും? 25 ഇൻറ്റു 60. ടീച്ചർ പറഞ്ഞ ഈസി മെത്തേഡിലൊന്ന് ആലോചിച്ച് നോക്കൂ. 25 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയറാ? 5 ഇൻറ്റു 5 ആണ്. സോ 5ന്റെ സ്ക്വയർ ആണ്. 60 എന്ന് പറയുന്ന ഏതിന്റെ സ്ക്വയറാ? 4 ഇൻറ്റു 4 ആണ്. സോ 5 ഇൻറ്റു 4 എത്രയാ? 20 ആണ്. അപ്പൊ 20യുടെ സ്ക്വയർ കണ്ടാൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. 20 ഇൻറ്റു 20 എത്രയാണ്? 20 ഇൻറ്റു 20 400 ആണ്. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇത് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? നമ്മളിപ്പോ ചെയ്ത പോലെ ഓരോന്നും സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ചെയ്യാം. ഇപ്പൊ 25 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ആണ് അല്ലേ? ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 ഇൻറ്റു 4 ആണ് അല്ലേ? ഓക്കെ. ദെൻ 5 ഇൻറ്റു 4 എത്ര വരും? ഇൻറ്റു 5 ഇൻറ്റു 4. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരെടുത്തു. ദാറ്റ് ഈസ് 20 ഇൻറ്റു 20 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 400. കണ്ടോ? ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഇതിലും ഈസിയാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞത് ഇത് ഏതിന്റെ സ്ക്വയർ ആണ് നോക്കുക? 5ന്റെ ആണ്. ഇൻറ്റു ഇത് ഏതിന്റെയാണ്? 4ന്റെ ആണ്. ദാറ്റ് ഈസ് 20. സോ 20 ഇൻറ്റു 20 കണ്ടാൽ ആൻസർ. അങ്ങനെയും ചെയ്യും. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത്രയും ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് 25 ഇൻറ്റു 36.
25 into 36. 25 into 36 എത്ര വരും? ആലോചിച്ച് നോക്കൂ. 25 into 36. 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. ഇൻറ്റു 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ്. 6 into 6 ആണ്. അപ്പൊ ടോട്ടൽ ആൻസർ എത്ര വരും? 5 into 6 30. 30യുടെ സ്ക്വയർ കണ്ടാൽ മതി. 30 into 30 എത്ര വരും? 3 into 3 9 അല്ലേ? 2 സീറോസ് കൊടുക്കാം. 900. ഇത്ര സ്റ്റെപ്സ് ചെയ്താൽ തന്നെ കിട്ടും. ഈസി അല്ലേ? ഓക്കെ, അടുത്ത നോക്കൂ. ഇത് ഈസി മെത്തേഡാണ്. അങ്ങനെ തന്നെ ചെയ്ത് നോക്കൂ. 25 into 64. 25 ഏതിന്റെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. ഇൻറ്റു 64 ഏതിന്റെ സ്ക്വയർ ആണ്? 8ന്റെ സ്ക്വയർ ആണ്. സോ 8 into 5 40 ആണ്. 40യുടെ സ്ക്വയർ കണ്ടാൽ ആൻസർ കിട്ടി. 40 into 40 എത്രയാണ്? 4 into 4 16. 2 സീറോ ഇട്ട് കൊടുക്കാം. 1600. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഡിവിഷൻ മെത്തേഡാണ്. ഡിവിഷനിൽ നിങ്ങൾ പഠിച്ച ആ മെത്തേഡ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണുള്ളത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു റിവിഷൻ വീഡിയോ എല്ലാവരും കാണണം. കാരണം കുറേ ഡൗട്ടുള്ള ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കി എല്ലാ പ്രോബ്ലംസും 2 to 3 times എങ്കിലും ചെയ്ത് പഠിക്കുക. എന്നാലേ എക്സാമിന് ചെയ്യാൻ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത റിവിഷൻ ക്ലാസ്സിൽ ചെയ്യും. താങ്ക് യു.